ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിനേജ് ഇഷ്യൂ ആണേ. വീഡിയോയിലേക്ക് പോകാം. വാഷ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ പിന്നെ മെഷീൻ്റെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞത്. വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് ഡ്രെയിനേജ് ഇഷ്യൂ എന്ന് മനസ്സിലായത്. അതായത് വാട്ടർ മെഷീൻ പ്രോപ്പറായിട്ട് പമ്പ് ചെയ്ത് കളയുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഡ്രെയിൻ മോട്ടറിൻ്റെ ഫ്രണ്ടിലത്തെ ക്യാപ്പ് ഊരി ഡ്രെയിനൊക്കെ ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പം കുറച്ച് കോയിൻസും അതുപോലെ തന്നെ ചെറിയ ടോയ്സൊക്കെ കിട്ടിയേ. അതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മെഷീൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയപ്പോഴും നമ്മുടെ ഡ്രെയിൻ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഡ്രെയിൻ പമ്പ് ഫോൾട്ടി ആണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മെഷീൻ ഒന്ന് അഴിക്കുവാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇത് ഈ അടിക്കുന്ന ഡ്രെയിൻ പമ്പിൻ്റെ സ്ക്രൂസാണ്. ഇത് റൈസ് കഴിഞ്ഞാൽ ഡ്രെയിൻ പമ്പ് റിമൂവ് ചെയ്തെടുക്കാമേ. ഈ കാണുന്നതാണ് അതിൻ്റെ ഡ്രെയിൻ പമ്പ് വരുന്നത്. ഓൾറെഡി ടബിൽ നിന്ന് ഡ്രെയിൻ പമ്പിലോട്ട് വരുന്ന ഹോസെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഹോസെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രെയിൻ പമ്പ് ഫോൾട്ടി ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് AC സപ്ലൈ കൊടുത്ത് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാമേ. വാഷിംഗ് മെഷീൻ ഇട്ടപ്പോൾ ലൈൻ ട്രിപ്പ് ആവുകയെല്ലാം ചെയ്തായിരുന്നു. ഇല്ല AC സപ്ലൈ കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഡ്രെയിൻ പമ്പ് ഫോൾട്ടി ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ഡ്രെയിൻ പമ്പ് ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ അടുത്ത പാർട്ടിൽ ഡ്രെയിൻ പമ്പ് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ കാണിക്കാവേ. താങ്ക് യു ഫോർ വാച്ചിങ്.